ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു ഈസി ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രത്തിനകത്ത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ നെയ്യ് വേണമെങ്കിൽ നമുക്ക് ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ നെയ്യ്, കുറച്ച് കടുക് പൊട്ടിക്കണം, എന്നിട്ട് വറ്റൽമുളക്, കറിവേപ്പില ഇതൊക്കെ ഇളക്കിയിട്ട് കടുക് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഒരു സവാള, ഒരു ക്യാരറ്റ്, ഒരു പച്ചമുളക്, ഒരു കാൽ കഷ്ണം ഇഞ്ചി, ഈ മൂന്നും ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് നേരം വഴറ്റണ്ട, 1 മിനിറ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. അതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ അതേ സമയത്ത് തന്നെ ഇത്തിരി ചൂട് വെള്ളവും കൂടെ വെച്ചേക്കണം. തിളച്ച വെള്ളം വേണം നമുക്ക് ഉപ്പുമാവിനൊക്കെ ഒഴിക്കാം. പിന്നെ ഒരു 1/4 കപ്പ് റവ ഇട്ടിട്ടുണ്ട്. അതിട്ടൊന്ന് വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും നല്ലതുപോലെ ഒരു കുറച്ച് നേരം ഇതിനകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് വറുത്തതാണെങ്കിൽ നമുക്കൊരു കുറച്ച് നേരം ഇരുന്ന് വഴറ്റിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കണേ. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി, നമുക്കൊരു കളറിനും ആവും, നല്ല മഞ്ഞ കളർ കിട്ടും. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇളക്കിയിട്ട് ഈ ചൂടുവെള്ളം ഉണ്ടല്ലോ, ഇത് വഴന്ന് നല്ലൊരു മണം വരും. ആ സമയം നമുക്ക് ഈ ചൂടുവെള്ളം, ഒരു 3/4 കപ്പ് റവയ്ക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നോക്കണം. എന്നിട്ട് ആ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല തത്തിപ്പൊത്തി അടച്ച് വയ്ക്കണം. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കിയാൽ മതി കേട്ടോ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി നോക്കണം. അപ്പോഴത്തേക്കും വെള്ളമെല്ലാം വലിഞ്ഞ് നല്ല ഇതായിട്ട് വരും. നല്ല വിട്ട് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അപ്പോഴേ നമ്മളത് എടുക്കരുത്, കുറച്ച് നേരം കൂടെ അത് അടച്ച് വെച്ചേക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഇപ്പം വെന്തിട്ടുണ്ട്, ഇത് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടെ അത് വിരിച്ചേക്കണം. നല്ല അടിപൊളി ഉപ്പുമാവാണിത്.